അധ്യായം 28 യോഗപാതകൾ. പൊതുവായ അഭിപ്രായം: മുകളിൽ പറഞ്ഞിട്ടുള്ള അധ്യായങ്ങളിൽ പരാമർശിക്കാത്ത യോഗവിധാനങ്ങൾ പല വിദൂര ദേശങ്ങളിലും ലഭ്യമായ രഹസ്യഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്നതിനാൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ എനിക്ക് എന്റെ വ്യാഖ്യാനം നൽകേണ്ടി വന്നാൽ അത് കുറിപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യായത്തിൽ യോഗയുടെ ഏതൊക്കെ വശങ്ങളാണ് ഈ വിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്ന തരത്തിൽ ഒരു ശേഖരമായി ഞങ്ങൾ ഒരു പൊതുവ്യാഖ്യാനം നൽകും. 2. യോഗ: കർമ്മം, ഭക്തി, ജ്ഞാനം, ഹഠ, മന്ത്രം, രാജ എന്നിങ്ങനെ നിരവധി വിഭാഗങ്ങളുണ്ട്. സ്വന്തം ഫലങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ നമ്മുടെ കടമയായ കാര്യങ്ങൾ ഭഗവാന് ഒരു യാഗമായി ചെയ്യുന്നതാണ് കൂർമ്മയോഗ. ഈ രീതിയിൽ നമുക്കെന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെടാതെ ചെയ്യുന്ന പ്രവൃത്തി. അത്തരം പരിഗണനകളില്ലാതെ ചെയ്യുന്ന പ്രവൃത്തി മികച്ച രീതിയിൽ പുരോഗമിക്കുക മാത്രമല്ല, നമ്മുടെ ഭക്ഷണം, ജീവിതം, മാനസിക മാലിന്യങ്ങൾ എന്നിവയെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. 3. ഭക്തിയോഗയിൽ നമുക്കിഷ്ടമുള്ളതുപോലെ ദാസൻ, സുഹൃത്ത്, അമ്മ, അച്ഛൻ എന്നീ രൂപങ്ങളിൽ നാം ദൈവത്തെ ആരാധിക്കുന്നു. പിതൃത്വത്തിന്റെ രൂപത്തിൽ പ്രശസ്തരായ സന്യാസിമാരിൽ മുഗൾ നാട്ടിൽ മാഡം ഗയോണിനെയും വിശുദ്ധ തെരേസയെയും, വടക്കൻ നാട്ടിൽ മീരാഭായിയെയും, ശ്രീചൈതന്യനെയും, തെക്കൻ നാട്ടിൽ ആണ്ടാളിനെയും പരാമർശിക്കാം. പിതൃത്വത്തിന്റെ രൂപത്തിൽ ശ്രീബാലകൃഷ്ണനെയും ബാലസുബ്രഹ്മണ്യനെയും പാലാംബികയെയും പരാമർശിക്കാം. മുഗൾ നാട്ടിൽ ശിശുക്രിസ്തുവിന്റെ ആരാധനയെ പരാമർശിക്കാം. സിദ്ധന്റെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് ഒരു സ്ത്രീകർത്താവിന് ഒരു സ്ത്രീകർത്താവിനോടുള്ള സ്നേഹം പോലെ, കപിലന് ഒരു സ്ത്രീകർത്താവിനോടുള്ള സ്നേഹം പോലെ ഭക്തി പരിശീലിച്ചാൽ മോചന മഹത്തരമായിരിക്കും. ആ വചനം ശ്രദ്ധിക്കേണ്ടതാണ്. സ്തനഭാഗത്തെ നാഡികളും അടിവയറ്റിലെ നാഡികളും തമ്മിലുള്ള നിഗൂഢമായ ബന്ധം മുഗൾ നാട്ടിലെ വേദങ്ങളിൽ നിന്നും നമ്മുടെ വേദങ്ങളിൽ നിന്നും അനുഭവത്തിൽ നിന്നും വ്യക്തമാണ്. ഭക്തിയോഗിയുടെ സാരാംശം: മറ്റിന്ദ്രിയങ്ങളുടെ പ്രത്യേക പ്രേരണകളെ ബാഹ്യമായി ചിലവഴിച്ചുകൊണ്ട് പാഴാക്കരുത്, മറിച്ച് സ്നേഹത്തിലൂടെ പരമോന്നത വസ്തുവിൽ ഉള്ളിലേക്ക് ലയിപ്പിക്കുക എന്നതാണ്. ബൃഹദാരണ്യ ഉപനിഷത്ത് സാരുതി: ഒരു പുരുഷൻ തന്റെ പ്രിയപ്പെട്ട സ്ത്രീയാൽ ബന്ധിതനായി അകവും പുറവും മറന്ന് ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നതുപോലെ ആത്മാവ് പരമമായ മനുഷ്യാവസ്ഥയിൽ ലയിച്ചിരിക്കുന്നു. ഗുഹ്യേന്ദ്രിയവുമായി ബന്ധപ്പെട്ട അമൃതനാഡികൾ, അമൃതശങ്ങളെക്കുറിച്ച് ഇതിനകം വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അതേ രീതിയിൽ തൈത്രിയ സരുതി പറയുന്നു: ഉപസ്തന്തരീയത്തിൽ പ്രചോത്പത്തി, ആനന്ദം, അമൃതം എന്നിവയെക്കുറിച്ച് ധ്യാനിക്കണം. ഹിന്ദുമതത്തിലെന്നപോലെ ജലാലുദ്ദീൻ റൂമി പോലുള്ള സൂഫി പ്രഗത്ഭരും ഇസ്ലാമിലെ മറ്റുള്ളവരും അത്തരം ഭക്തിയോഗത്തെ അനുഭവിച്ചിട്ടുണ്ട്. 4. തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ മഹത്തായ ആശയങ്ങളുടെ സത്ത ഗുരുവിന്റെ ഗ്രഹത്താൽ സാക്ഷാത്കരിക്കുന്നതാണ് ജ്ഞാനയോഗം. ഇതിനായി വർത്തമാന കാലഘട്ടത്തിലെ മുക്താത്മാവായി കണക്കാക്കപ്പെടുന്ന രമണ മഹർഷിയെ ഒരു ഉദാഹരണമായി എടുക്കാം. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിലൂടെയാണ് ഈ ഭഗവാൻ ജ്ഞാനോദയം നേടിയത്. 5. ഹഠയോഗയുടെ വിഭാഗങ്ങൾ: ആസനം, പ്രാണായാമം, പ്രത്യാഹാരം അഥവാ പ്രാണശക്തിയെ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നയിക്കൽ, ധാരണ, ധ്യാനം, സമാധി. ഇവയിൽ അന്വേഷകൻ ശാരീരിക ക്ഷേമത്തിനു വേണ്ടി ആസനത്തിന്റെയും പ്രാണായാമത്തിന്റെയും ഉയർന്ന ഘട്ടങ്ങളിൽ ഒന്നായി ഏർപ്പെടുകയും രാജയോഗത്തിൽ ലയിക്കുകയും വേണം. അങ്ങനെ സ്വാഭാവികമായി പ്രാണാഹാരത്തിന്റെയും ധാരണയുടെയും സിദ്ധികൾ നേടിയ അന്വേഷകനെക്കുറിച്ച് മഹാകവി വേർഡ്സ്വർത്ത് പറയുന്നു: അവൻ ശാന്തനാകുന്നു, പ്രാണന്റെയും രക്തത്തിന്റെയും ഒഴുക്ക് നിയന്ത്രിക്കപ്പെടുന്നു, ശരീരം ഫലഭൂയിഷ്ഠമായതുപോലെയാണ്, ആത്മാവ് യഥാർത്ഥ ജീവൻ നേടിയിരിക്കുന്നു, പരമോന്നത ശക്തിയാൽ പുറം കണ്ണടയ്ക്കുമ്പോൾ അറിവിന്റെ കണ്ണ് തുറക്കപ്പെടുന്നു, അവൻ എല്ലാറ്റിലും ആത്മാവിന്റെ കളി കാണുന്നു. 6. പ്രാണായാമത്തെക്കുറിച്ച് 43 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സംഭവിച്ച ഒരു സംഭവം എനിക്ക് പറയാൻ കഴിയും. എന്റെ അച്ഛന്റെ അവസാന നാളുകളിൽ അദ്ദേഹം എനിക്ക് പ്രാണായാമം പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു: ഇടത് നാസാരന്ധ്രത്തിലൂടെ ശ്വസിക്കുകയും വലതുവശത്തുകൂടെ ശ്വാസം വിടുകയും ചെയ്യുക, പിന്നീട് വലതുവശത്തുകൂടെ പുറത്തെടുത്ത് ഇടതുവശത്തുകൂടെ ശ്വാസം വിടുക. ഞാൻ ബാലിശമായി എതിർത്തു. ദൈവം നമുക്ക് 2 നാസാരന്ധ്രങ്ങൾ തന്നിരിക്കുന്നു. നമുക്കവ രണ്ടും നന്നായി ഉപയോഗിക്കുകയും നല്ല വായു ശ്വസിക്കുകയും മോശം വായു പുറത്തുവിടുകയും ചെയ്യാം. ശ്വാസോച്ഛ്വാസത്തോടൊപ്പം നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നു. പെരുവിരലിൽ ശ്വാസം പിടിച്ചുകൊണ്ട് നമുക്ക് പ്രത്യാഹാരം നടത്താൻ കഴിയും. അത് വിചിത്രമാണ്. എന്റെ അച്ഛൻ എന്നോടൊട്ടും ദേഷ്യപ്പെട്ടിരുന്നില്ല. തിരുവെഴുത്തുകളും തെറ്റല്ല. സമയം വരുമ്പോൾ നിങ്ങൾക്കറിയാമെന്ന് അദ്ദേഹം അത് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ വളരെക്കാലം പുസ്തകങ്ങൾ വായിച്ചതിനും മുതിർന്നവരുടെ ഉപദേശങ്ങൾ കേട്ടതിനും ശേഷം എന്റെ പിതാവിന്റെ ഉപദേശങ്ങൾ സത്യമാണെന്ന് എനിക്ക് അല്പം മനസ്സിലായി. ശ്വസനവ്യവസ്ഥ ശ്വാസകോശത്തിൽ നിലച്ചിട്ടുണ്ടെങ്കിലും കാൽവിരലുകൾ മുതൽ കാൽവിരലുകൾ വരെയുള്ള എല്ലാ അവയവങ്ങളിലെയും ഏതൊരു കോശവും വായുവിലൂടെ ശ്വസിക്കുന്നു. மேல்நாட்டு சாஸ்திரம் கூறுகிறது, இப்படியே ஆராய்ச்சி மேலாகவே
வலமிடம், பூர்வாபர பக்ஷங்கள், இராப்பகல் முதலான பிரம்மாண்ட பிண்டாண்டத்தில் மாறி மாறி வரும் லயங்களின் உட்பொருள் நமக்கு நன்கு விளங்கும் என்பது திண்ணம். என் பிதாவை நான் எதிர்த்துப் பேசினதற்கு இப்பொழுது அபராதம் செலுத்த மார்க்கமில்லை. என் பிதாவின் அனுக்கிரக வார்த்தைப்படி எல்லோருக்கும் இவ்விஷயங்கள் சமயம் வரும்போது நன்கு புலப்படும் என்று ஈஸ்வரனை பிரார்த்திக்கிறேன். 7. மந்திர யோகம் சத்குருவினிடமிருந்து தீட்சை பெற்று செய்ய வேண்டியதால் இங்கே அதிகமாக வெளியிடப்படவில்லை. சப்த பிரம்மம், மந்திர மகேஸ்வரர், மந்திரேஸ்வரர் முதலான விஷயங்களைப் பற்றி சற்று எடுத்து சொல்லியிருக்கிறேன். இம்மந்திர யோகமானது இஸ்லாம், சூஃபி முதலான சித்தர் முறையிலும் வழங்கி வருகிறது. 8. ராஜயோகம் என்பது அரசர்களால் அபியாசிக்கத்தக்கது, அதாவது லௌகீகத்தில் அதிக அவகாசம் செலுத்த வேண்டியவர்களுக்காக லகுவாக சித்திக்கும் யோக விதானங்கள். மேலே அத்தியாயங்களில் சொல்லியிருக்கிற ரகசிய கிரமங்கள் ராஜயோகம் என்றே சொல்லலாம். கண்ணாட்டம் முதலான முறைகள் இஸ்லாம் சூஃபிகளும் அனுஷ்டிக்கிறார்கள். அபு சயீத் எபின் அபி எல் கயார் கிரான்களில் கண்ணனை நாட்டியதால் துர்தேவதைகளுக்கு காக்காவளிப்பு பிறருக்குண்டாக்கும் தன்மை போய் அவைகளுக்கே காக்காவளிப்பு வந்ததாக சொல்லப்பட்டிருக்கிறது. 9. மேற்கூறிய யோகப் பிரிவுகள் ஒன்றுக்கொன்று வேறுபட்டது போல் தோன்றினாலும் உண்மையில் சீடனுக்கு கக்கப்படி பல மருந்து சரக்குகளை கலந்து ஔஷதம் கொடுக்கிறாப்போல் வேண்டியபடி கிரியாபக்தி முதலான அம்சங்கள் அடங்கிய யோக விதானத்தை குரு உபதேசிப்பார்.